ബി.ജെ.പി. നേതാവും നടനുമായ കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും മകൾക്കുമെതിരായി തട്ടിക്കൊണ്ടുപോകലിനെ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിന്റെ തുടക്കം കൃഷ്ണകുമാറിന്റെ മകള് ദിയയ്ക്ക് കവടിയാറിലെ ഒരു ബിസിനസ് സ്ഥാപനമുണ്ട്. അവിടെ 3 ലേഡി ജീവനക്കാരുണ്ട്. അവരാണ് ആ കടയിലെ സാധനങ്ങൾ വിൽക്കുന്നത്. അവിടെ QR കോഡിൽ കൂടെ പേയ്മെന്റ് നടത്താം. അങ്ങനെ 69 ലക്ഷം രൂപ മോഡിഫൈ ചെയ്ത QR കോഡിലേക്ക് ഈ പെൺകുട്ടികളുടെ മൊബൈലിൽ നിന്ന് പണം കക്ഷികൾ ആ കോഡിലേക്ക് അയക്കുകയും അങ്ങനെ 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ള പരാതി കൃഷ്ണകുമാറിന്റെ മകള് ദിയ കൃഷ്ണകുമാർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അവിടെ കേസ് രജിസ്റ്റർ ചെയ്തു. കൃഷ്ണകുമാറും ഉൾപ്പെടെ ഉള്ള ആൾക്കാർ പണം തിരിച്ചു കൊടുത്ത പ്രശ്നം തീർക്കാം എന്ന് പറഞ്ഞതായിട്ടാണ് മനസ്സിലാകുന്നത്. ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 സ്ത്രീകളുടെ ഒരു സ്ത്രീയുടെ ഭർത്താവ് കൃഷ്ണകുമാറുമായിട്ട് സംസാരിക്കുകയും അവരെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും അങ്ങനെ അവർ സംസാരിച്ച ശേഷം പ്രശ്നം തീർക്കാം എന്ന് പറഞ്ഞ് 8 ലക്ഷം രൂപ അവരെ നിന്ന് പിടിച്ചു വാങ്ങിച്ചു എന്നാണ് ആരോപണം. 8 ലക്ഷം രൂപ ഏതായാലും കൊടുത്തു എന്നാണ് വരുന്നത്. ഇതിനെ സംബന്ധിച്ച് ബാക്കിയുള്ള പൈസയുടെ കാര്യത്തിലൊക്കെ പ്രശ്നം തീരാത്തതുകൊണ്ട് മ്യൂസിയം പോലീസ് അടുത്ത കേസ് രജിസ്റ്റർ ചെയ്തു. ഈ സ്ത്രീകള് അവരുടെ കൂടെയുള്ള പുരുഷനെയും ഒരു സ്ത്രീയുടെ ഭർത്താവിനെയും തട്ടിക്കൊണ്ടുപോയി ഫ്ലാറ്റിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി 8 ലക്ഷം രൂപ കവർന്നു എന്ന്. അതാണ് രണ്ടാമത്തെ കേസ്. മ്യൂസിയം പോലീസ് ഈ 2 കേസുകളിലെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിനകത്ത് വസ്തുതകൾ യഥാർത്ഥത്തിൽ 69 ലക്ഷം രൂപയുടെ QR കോഡ് മാറ്റി സ്ഥാപിച്ച് അതിലേക്ക് പണം അടച്ച് 3 ജീവനക്കാര് തട്ടിയെടുത്തു എന്നുള്ളതാണ്. അത് എത്ര വലിയ എമൗണ്ട് ആയാലും ശരി 8 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ് മറ്റു വാർത്തകൾ വരുന്നത്. ഇതിന്റെ സത്യസ്ഥിതിയിലേക്ക് പോലീസ് പ്രവേശിക്കണം. കൃഷ്ണകുമാറിന്റെ മകൾക്ക് 69 ലക്ഷം രൂപ അവിടെ നിൽക്കുന്ന ആൾക്കാർ തട്ടിയെടുത്തിട്ടുണ്ടോ? അതാണ് പ്രശ്നം. പിന്നീടുള്ള കേസുകൾ നിലനിൽക്കുമെന്ന സംശയം തന്നെയാണ്. കാരണം ഒരാളുടെ സ്ഥാപനത്തിൽ ഇത്രയും വർഷം ജോലി ചെയ്ത സമയത്ത് അവിടെ QR കോഡിൽ ചെറിയ മോഡിഫിക്കേഷൻ നടത്തി അതിലേക്ക് പണം അടച്ച് അങ്ങനെ ആ സ്ഥാപനത്തിലെ 69 ലക്ഷം രൂപ കടത്തി എന്നുള്ളതാണ്. അതെന്തായാലും ഇൻഡയറക്റ്റ് ആയിട്ട് സമ്മതിക്കുന്നുണ്ട്. 69 ലക്ഷത്തിന്റെ അല്ല പറയുന്നത്. എന്തായാലും അതുമായിട്ട് സംസാരിച്ച് പ്രശ്നം തീർക്കാം എന്നൊരു വോയിസ് കോള് കൃഷ്ണകുമാറിന്റെ ഒക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ആ പ്രശ്നം അദ്ദേഹം സമാധാനമായിട്ട് തന്നെ പറയുന്നുണ്ട്, പ്രശ്നം തീർക്കാം, പൈസ തന്നാൽ മതി എന്നുള്ള രീതിയിൽ. അത് മറ്റൊരു ടേണിംഗ് പോയിന്റിലേക്ക് വന്നിരിക്കുന്നു. 3 സ്ത്രീകളെയും ഒരു പുരുഷനെയും തട്ടിക്കൊണ്ടു പോയിട്ടാണ് കൃഷ്ണകുമാർ 8 ലക്ഷം രൂപ കൈക്കലാക്കിയത്. അതൊരു റോബറി ഡക്കോയിറ്റിയുടെ പരിധി വരും. ആ ഒരു ആരോപണം അതിന് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിന്റെ സത്യസ്ഥിതി എന്താണെന്ന് പോലീസ് കണ്ടെത്തണം. മ്യൂസിയം പോലീസാണ് 2 കേസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ മകളുടെ ഫ്ലാറ്റിൽ വെച്ചാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയി അവരെ 8 ലക്ഷം രൂപ പിടിച്ചു പറിച്ചതെന്ന്. എങ്ങനെയാണ് 8 ലക്ഷം രൂപ അവരുടെ കൈവശം വന്നത് അത് മനസ്സിലാകുന്നില്ല. അവരെ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ ഒരു സെറ്റിൽമെന്റിന്റെ ഉദ്ദേശത്തിൽ തന്നെയായിരിക്കണം പോയിരിക്കുന്നത്. അങ്ങനെയായിരിക്കണം 8 ലക്ഷമായിട്ട് ഇവർ പോയി പ്രശ്നം തീർക്കാൻ ശ്രമിച്ചത്. അത് വാങ്ങിച്ചിട്ട് ആ പ്രശ്നം തീരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പിടിച്ചു പറിച്ചു എന്ന ഒരു കേസ് അടുത്ത് വന്നത്. അത് നിയമപരമായി റോബറി ഡക്കോയിറ്റിയുടെ പരിധിയിൽ വരുന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ലീഗലായിട്ട് നിലനിൽക്കുമോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. എന്തായാലും വലിയൊരു വാർത്താ പ്രാധാന്യം വന്നിരിക്കുന്നത് കൃഷ്ണകുമാർ നടനാണ്. രണ്ടാമത് അദ്ദേഹം ബി.ജെ.പിയുടെ ഒരു സംസ്ഥാന നേതാവാണ്. അദ്ദേഹത്തിന്റെ മകളുടെയാണ് കട കവടിയാറിലുള്ള ഒരു ഷോപ്പ്. അവിടുത്തെ ജീവനക്കാരാണ് മറ്റു 3 പേരും. ഇത്രയും വർഷം പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര വർഷം കൊണ്ട് അവരോട് നിൽക്കുന്നു. അവരുടെ അക്കൗണ്ടിലേക്ക് ഈ പണം പോയിട്ടുണ്ടോ? അത് QR കോഡിന് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അതിന് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥരായിരിക്കത്തില്ല, ജീവനക്കാർ തന്നെ. ആരാണ് ഈ ജീവനക്കാർ അത് ഈ മോഡിഫിക്കേഷൻ വരുത്തിയത്? മറ്റത് ഈ സ്ത്രീകൾക്ക് മാത്രം ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് കളിക്കാൻ കഴിയില്ല. ഇവരുടെ പിന്നിൽ ആണുങ്ങളെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ആരാണെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. ഈ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ തട്ടിയെടുത്ത് അടിച്ചു മാറ്റുന്നത്, QR കോഡിലെ ഈ ചേഞ്ചസ് വരുത്തി അടിച്ചു മാറ്റുന്നത് ആരാണ്? അതിനുള്ള ബുദ്ധി ഈ 3 പെൺകുട്ടികൾ ജീവനക്കാർക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരെ കൊണ്ട് ചെയ്യിച്ചു? പക്ഷെ അവരൊരു ഒരു ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് കൂടെ ഇപ്പോഴത്തെ ഈ ആരോപണത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഈ 3 പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയിട്ടാണ് 8 ലക്ഷം രൂപ തട്ടിയെടുത്ത് കൃഷ്ണകുമാറും
അവരുടെ കുടുംബക്കാരും എന്നാണ് ഇവർ കൊടുത്ത പരാതി. എന്തായാലും ഇത് കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഇതിന്റെ സത്യം കണ്ടെത്തണം. കാരണം ജീവനക്കാരുടെ പാർട്ട് എന്താണെന്ന് അറിയണം. അതൊരു മിസ്അപ്രോപ്രിയേഷൻ ആണ്. അവരുടെ ക്ലർക്കായ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരായ 3 പേരാണ് ഇത് തട്ടിയെടുത്തിരിക്കുന്നത്. 69 ലക്ഷം രൂപ അവരുടെ മാറ്റിയ QR കോഡിൽ പോയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. കൊടുക്കുന്നില്ലെങ്കിൽ അത് മിസ്അപ്രോപ്രിയേഷന്റെ കേസിന്റെ പരിധിയിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.